ഹലോ ഗൈസ്, ആനിം ഷോർട്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു തായ്സുയി ഗാവോ യിങ്ങിന്റെ ശരീരത്തെ കൈവശപ്പെടുത്തിയത്, യിൻഡിങ് തന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ അമർച്ച ചെയ്തത്, ഒടുവിൽ എല്ലാവർക്കും ഓർമ്മ നഷ്ടപ്പെട്ട് ബിബിക്യു പാർട്ടി നടത്തിയത്. നമുക്ക് 8ാം എപ്പിസോഡിലേക്ക് കടക്കാം. ഗാവോ യിങ് ഒരു പുതിയ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുന്നു. തായ്സുയിയുമായുള്ള അവന്റെ ബന്ധം കാരണം അവൻ ഇനി ഒറ്റയ്ക്ക് എവിടെയും പോകാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും തായ്സുയിയുടെ ശക്തി വീണ്ടും നിയന്ത്രണം വിട്ടേക്കാം. അതുകൊണ്ട് യിൻഡിങ് അവനെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഗാവോ യിങ് ഇപ്പോൾ യിൻഡിങ്ങിന്റെ കൂടെ സഹവാസം ആരംഭിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങളും തമ്മിലുള്ള വിചിത്രമായ സഹവാസം തുടങ്ങുന്നു. ഗാവോ യിങ് എവിടെ പോയാലും യിൻഡിങ് കൂടെ കാണും. 我说王爷，床就这么小，大意其实有点挤的哈。太过分了！谁以为我拿你没办法？ ഗാവോ യിങ്ങിന്റെ മനസ്സിൽ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ചിന്തയാണ്. എങ്ങനെയെങ്കിലും കൂടുതൽ താലിസ്മാൻ യിൻഡിങ്ങിന്റെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റാനുള്ള പദ്ധതിയിടുമ്പോൾ യിൻഡിങ് പറയുന്നു, നിനക്ക് ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം തായ്സുയി ഇപ്പോൾ നിന്റെ ഉള്ളിലാണ്. നീ എപ്പോൾ വേണമെങ്കിലും എവിടേക്കും പോകാം. ഇനി നീ ഓടിപ്പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ കൊല്ലേണ്ടിവരും. ആ വാക്കുകൾ കേട്ട് ഗാവോ യിങ്ങിന് മനസ്സിലാകുന്നു തന്റെ കോളേജ് ജീവിതം അവസാനിച്ചു എന്ന്. എന്നിരുന്നാലും യിൻഡിങ്ങിനെ അവൻ എങ്ങനെയോ കോളേജിൽ പോകാൻ സമ്മതിപ്പിക്കുന്നു. അവർ ഒരുമിച്ച് ഷോപ്പിംഗിന് പോകുന്നു. സാധാരണക്കാരനായ ഗാവോ യിങ്ങും 300 വർഷം പഴക്കമുള്ള രാജകുമാരനുമായ യിൻഡിങ്ങും ഒരുമിച്ച് നടക്കുന്ന കാഴ്ച വിചിത്രവും രസകരവുമാണ്. 哇，后来不可以理解。你不是说你刚用水灵光棒是吧？ 不满意。哦，哎，给你吃冰激凌，今天谢谢你啊。 没有，我现在这个情况不适合到处来，可是你还愿意让我出来， 怎么样？ 不过以后有我可以天天。 学姐， ഈ സമയം ഗാവോ യിങ്ങിന്റെ സീനിയർ ചേച്ചി ഹുവാ വുയി അവരുടെ അടുത്ത് വരുന്നു. അവൾ അവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു. ആ സ്ഥലമാണ് ഇവാൻ പ്ലാസ്. ഇതൊരു സാധാരണ സ്ഥലമല്ല, ഇവിടെ ഒരു പ്രസിദ്ധമായ നഗര ഐതിഹ്യം. ഇവാൻ പ്ലാസയിൽ 8 കോഫൻസ് ഫോർമേഷൻ എന്നൊരു കെണി ഉണ്ടെന്നും ആത്മഹത്യാ സംഭവങ്ങളുടെ ഭയാനകമായ ചരിത്രമുണ്ടെന്നും പ്രചാരണമുണ്ട്. ഹുവാ വുയിയുടെ ക്ഷണം സ്വീകരിച്ച് ഗാവോ യിങ്ങും യിൻഡിങ്ങും ഇവാൻ പ്ലാസയിലേക്ക് യാത്രയാകുന്നു. ഇവിടെ എത്തിയ ഉടൻ അവർക്ക് എന്തോ വിചിത്രമായ അനുഭവം ഉണ്ടാകുന്നു. അന്തരീക്ഷം ഭാരമുള്ളതാണ്. എവിടെയോ ഒരു ഭയാനകത ഒളിഞ്ഞിരിക്കുന്നു. ഗാവോ യിങ് പെട്ടെന്ന് ഹാല്യൂസിനേഷൻസ് കാണാൻ തുടങ്ങുന്നു. അവനെ ആക്രമിക്കാൻ എന്തോ വരുന്നതായി അവൻ തോന്നുന്നു. അവന്റെ മനസ്സ് വീണ്ടും അസ്ഥിരമാകുന്നു. 学姐，这怎么动？怎么回事？我为什么在这里？ 快点，学姐， 学姐，你在哪儿？听得到我吗？ യിൻഡിങ് അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് വലിയ സംഖ്യയിൽ രാക്ഷസജീവികൾ അവനെ ചുറ്റിവളയുന്നു. അവൻ ഈ ജീവികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. 尹特过来！ 退！礼貌，公平之盾。太岁之力自是圣剑，与无真秘术相互冲杀，伤口难以速决。躲开！ യിൻഡിങ് രാക്ഷസജീവികളുമായി പോരാടുമ്പോൾ
ഗാവോ യിങ് തനിച്ചാകുന്നു. ഈ കെണിയുടെ രഹസ്യം കണ്ടെത്താനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടാനും അവൻ സ്വയം തീരുമാനിക്കുന്നു. അവൻ പ്ലാസയുടെ വിവിധ ഭാഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. അവന്റെ ചുറ്റും ഇപ്പോഴും ഭ്രമാത്മക കാഴ്ചകൾ തുടരുന്നു. പക്ഷേ അവൻ പിൻവാങ്ങുന്നില്ല. ഒടുവിൽ അവൻ പ്ലാസയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേരുന്നു. അവിടെ അവൻ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തുന്നു. അവിടെ ഒരു പെൺകുട്ടിയെ ബന്ധിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി ആരാണ്? അവളെ എന്തിനാണ് ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതിനു മുമ്പ് എപ്പിസോഡ് അവസാനിക്കുന്നു.